ഞാൻ സൂപ്പറുണ്ടായിരിക്കുമ്പോ ഇവിടെ കിടന്ന ആളാണോടാ. പോലീസ് ബാങ്ക് കണ്ടോടാ. ഡോക്ടർ കൊണ്ടുകൂടാ പതുക്കെ ഇടിക്കാൻ നിന്നോട് പറഞ്ഞു തരണം. എനിക്ക് പതുക്കടിക്കാൻ അറിയില്ല. ഞാൻ മറന്നുപോയതാ. എനിക്ക് നിനക്ക് വേദനിക്കുമല്ലടാ, ഇതുപോലെ തന്നെ മറ്റുള്ളവർക്കും. നീ കാരണം ഇപ്പൊ മൂന്നാമത്തെ ആളല്ലേടാ ആശുപത്രി പോയത്. മനഃപൂർവ്വം അല്ല ഗോപിയേട്ടാ. അല്ല സാറേ, ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടിക്കൽ നിർത്താൻ പറ്റണല്ലേ. എന്തൊരു കാര്യമാണിത്. എന്റെ ഗോപി സാറേ, ഈ കഴുതയല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ സാറിന് സൂപ്പർ ഉണ്ടാക്കാൻ? കേക്കടാ, ഈ ജയിലിൽ ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞ് സാർ ആവശ്യമില്ലാത്ത ഒരുപാട് പരിഗണന ഇവന് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഫലമാണ് ഈ കാണുന്നതൊക്കെ. ഈ ചെറിയ സാറിന് എപ്പോഴും എന്നെ ചൊറിയണ ഒരു രസമാണ്. ഞാൻ കാല് പിടിച്ചിട്ട് എനിക്ക് വേഷം കിട്ടിയത്. എനിക്ക് ഇങ്ങനെയൊക്കെ പോലീസ് ആവാൻ പറ്റുള്ളൂ. സാറ് ഒന്നും കാര്യമാക്കണ്ടാട്ടോ. പേ വാക്കിന് പൊട്ടച്ചെവി. അല്ലല്ല, ഞാൻ ഇനി പതുക്കി ഇടിക്കുള്ളൂ. നമുക്ക് ഒന്നിനും തുടങ്ങാം. നിനക്കടിക്കാൻ ആരാടാ വരാൻ പോകുന്നു? സാറൊന്ന് കുനിഞ്ഞ ഞാൻ സോറി. രമേശേ, എടവാടാ. എടാ എന്നെ ഇടിച്ചോടാ. അവനൊന്ന് ഇറങ്ങി കിട്ടിയത് ബാക്കി ഞാൻ ഇടിച്ചോടാ. രമേശ് എടവാടാ. ഒന്ന് പോടപ്പാ, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇപ്പൊ തന്നെ ശരിക്കും മൂത്രം പോലില്ല. തൊരപ്പാ എടവാടാ. ഉച്ചക്ക് മീൻ തല തരാ. കേട്ടില്ലടാ, ഉച്ചക്ക് മീൻ തല തരാന്ന്. നീന്തലേ എനിക്ക് എന്റെ തല മതി. നിന്നെ പേടിച്ച് നീ ഒരുത്തന്നെ വരാൻ പോണില്ല. അമ്മാതിരി ഇടിയല്ലടാ നീ ഇടിച്ച്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ഫൈറ്റ് സീൻ നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പൊ ഡയലോഗ് പോർഷൻ നോക്കാം. ആ സീനിങ് കൊണ്ടുപോടാ. സാറാണ് ഈ ഡയലോഗ് എഴുതിയത്. വേറൊന്നും തോന്നരുത് കേട്ടാ. ഡയലോഗിന് പഞ്ച് പോരാട്ടാ. അല്ല, ഈ കാക്കി യൂണിഫോം ഒക്കെ ഇട്ടട്ടെ ഒരു ഉച്ചിഷ്ട അമേദിയൊക്കെ കൂടി കൂട്ടിക്കൊഴിച്ചിട്ട് ഷിറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ ചില സിനിമയിലൊക്കെ പോലെ. എടാ, സിനിമയിൽ വിവരമില്ലാത്തവന്മാരങ്ങനെ പലതും എഴുതി വെക്കും. അതെ, എന്നെ അതിന് കിട്ടത്തില്ല. നീ തൽക്കാലം ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്തേച്ചാ മതി. അതല്ല സാറേ, ഒരു ഉദാഹരണത്തിന് ഇപ്പോ കാക്കിയിട്ടവരെ തൊട്ടാൽ തനിക്ക് നോവില്ല. ഇപ്പൊ സാർ ഞെട്ടില്ലേ ഡയലോഗ് ഇട്ടപ്പോ? അതുപോലെ എല്ലാവരും ഞെട്ടണം സാർ. അതുപോലത്തെ ഒരു 5-6 ഇങ്ങോട്ട് വിട്. എടാ, നീ ആ ഫൈറ്റ് സീനോ കൊളവാക്കി. ഇതിലെങ്കിലും നീ ഒന്ന് കൈയിട്ട് വരാതിരിക്കാവോ? ഒരു ചാൻസ് ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റണില്ലെന്ന്. ഞാനങ്ങോട്ട് ചെയ്താലോ? വേണ്ട, ഇത് കൊള്ളാവുന്ന ലക്ഷണം കേട്ടോ സാറേ. ഗോപിനാഥൻ, താരെന്താണോ തടവ് പുള്ളിയായിട്ടാണോ? എപ്പോഴും യൂണിഫോമിലല്ലേ സാർ, ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനിപ്പോ സൂപ്പറുണ്ടാണ് സാർ. മിണ്ടാ നിക്കണം. പ്രിസനേഴ്സിനുള്ള അവയർനെസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിതിന് സാങ്ഷൻ തന്നത്. ആ വീഡിയോ ഫിലിം എന്നെ കാണിച്ചിട്ടേ പ്രദർശിപ്പിക്കാവൂ. ഓക്കെ സാർ. എന്താ വീഡിയോ ഫിലിമിന്റെ പേര്? സാർ, അത് ജയിൽ പൂക്കൾ. ജയിൽ പൂക്കൾ. ഇവന്മാരുടെ കയ്യിരിപ്പ് വെച്ച് പൂക്കൾ എന്തൊക്കെ പേരിടാൻ പറ്റുള്ളൂ. സാറേ, ഞാൻ വേറൊരു പേര് പറഞ്ഞ തടവറയിലെ കമ്പികൾ. പക്ഷേ ഗോപി സാർ സമ്മതിക്കുന്നില്ലെന്നേ. ആളുകൾ വേറെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു വിചാരിച്ചിട്ട് അല്ലേ സാർ? അവൻ പറയട്ടോ. പറയടാ. ഇനി ഒന്നും പറയാനില്ല. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ പറയാനുണ്ടാവില്ലേ. പക്ഷേ ഈ ആവിഷ്കാര സാന്ദ്രത ഇവിടെ കുറച്ച് കുറവാണ് സാറേ. അല്ലേ? ഇവനിതൊക്കെ അറിയോ? പിന്നെ മൂത്രപ്പരയിൽ ഒളിക്യാമറ വെച്ചാനല്ലേ ഇവനകത്തായത്. ബെസ്റ്റ് ക്യാമറമാനാ സാറേ. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ഇവൻ എങ്ങനെ ക്യാമറ വെച്ചാലും കഴുത്തിന് താഴേക്കേ വരുള്ളൂ. അതുകൊണ്ടെന്താ, ഞങ്ങൾക്ക് തല കുത്തി കിടന്ന് മരിച്ചവരിക്കല്ലേ. മേലിൽ ഇതുപോലൊരു കേസ് കൊണ്ട് നിന്നെ ഇവിടെ കണ്ടുപോരുത്. നിന്റെ ഭാര്യയ്ക്കോ സഹോദരിക്കോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കൂടാ? സാറേ, ഇവൻ ആദ്യം ഒളിക്യാമറ വെച്ചത് ഇവന്റെ ഭാര്യയുടെ കുളിമുറിയില്ല. കഷ്ടകാലത്തിന് ഭാര്യയ്ക്ക് വരെ ഇവന്റെ അമ്മൂമ്മേനെ കുളിക്കാൻ വന്നത്. കാക്കയ്ക്ക് വെച്ചത് ഗണപതിക്ക്. അല്ല സാറേ, ഗണപതിക്ക് വെച്ചത് കാക്കയ്ക്കാണോ കാക്കയ്ക്ക് വെച്ചത് ഗണപതിക്കാണോ? ആർക്കാ സാർ ആദ്യം വെക്കണം? ശരി, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോടാ. ഓക്കെ സാറേ. എടാ ആരെങ്കിലും പോടാ. സാറേ, ബെല്ലടിച്ചു. എന്നാ പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സാറേ, ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒപ്പനയാണ് കളിക്കാൻ പോണേ. വട്ടത്തിലേക്കുണ്ടല്ലോ. എന്റെ വാദപ്രതിവാദം എപ്പോഴാണ് സാറേ? എനിക്ക് ചൂടെടുത്തിട്ട് പാടില്ല. കഴിയട്ടടാ, പോയി ഭക്ഷണം കഴിച്ചിട്ട് വേടാ. ആരും വേഷമൊന്നും മാറണ്ട. ശരിയാ, ഞാനത് ഇനി ഓരണ ഗോപിയേട്ടാ. അല്ല സാറേ, ലൈഫ് ലോങ് ഇത് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താലോ? സാർ വേണമെങ്കിൽ ഇതും കണ്ടിന്യൂ ചെയ്തോ? അഴിച്ചുവിട് സാറേ, അഴിച്ചുവിട്. അവൻ തലയിലോട്ട് കയറി കൊണ്ട് നിരങ്ങട്ടെ. ഡാടാ, നിങ്ങൾക്ക് കിച്ചൺ ഡ്യൂട്ടി അല്ലേ? എന്നാ പോയി ഭക്ഷണം എടുത്തോണ്ട് പോവാ. ആ ഫീമെയിൽ ബ്ലോക്കിൽ കൊണ്ട് കൊടുക്കണ്ടേ? ഡാടാ, വക്കീല് സൂപ്രണ്ടും ഒക്കെ പോടാ. ഇങ്ങനെയല്ലേ സൂപ്രണ്ടെ പോടാന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ജിന്റെയൊക്കെ നാളെ മുട്ടനാടെന്ന് പറഞ്ഞ് ഇയാളെ വെട്ടിയാലോ നമുക്ക്? ഇയാളെ എഴുതി ഇനി MT ആകാൻ പോവല്ലേ. ടെസ്റ്റ് ചെയ്യാനുള്ള ഫുഡ് എടുക്ക്.
എന്താടാ നിങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ തീർന്നോ? ഇല്ല കാതിർക്ക, ഇനി ഇന്റർവ്യൂ കഴിഞ്ഞ് ബാക്കി തുടങ്ങും. എന്തായാലും ഈ വേഷം നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അത് ശരിയാ. നിനക്കിത് സ്ഥിരമാക്കിക്കൂടെ? നീ ചോദിച്ചാൽ സാറുമാർ അതും സമ്മതിക്കും. നിന്നെ അത്രയ്ക്ക് കാര്യല്ല. ഇവൻ ചോദിച്ചതാ, പക്ഷെ സാർമാർ സമ്മതിച്ചില്ല. നീ പോടാ, ഞാൻ കാര്യമായിട്ട് ചോദിച്ചിരുന്നെങ്കിൽ അവർ സമ്മതിച്ചേനെ. ഞാൻ ഈ ജയിലിന്റെ പുത്രനല്ലേ കാതിർക്ക. ശരിക്കും പറഞ്ഞാ ഇതെന്റെ തറവാടാ. ഇവിടെ വരുമ്പോഴാ എന്റെ അച്ഛന്റെ അമ്മയുടെ സാന്നിധ്യവും അവരുടെ മണമൊക്കെ ഞാൻ അറിയണേ. സത്യം പറഞ്ഞാൽ ഫീമെയിൽ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അമ്മ വീടാ. അവിടെ ഭക്ഷണം കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്ന ഒരു സുഖം. വെടിവഴിപാടുണ്ട്. വാടകട് വെടിവഴിപാട് കഴിച്ചാൽ നിന്റെ കതിന് പൊട്ടിക്കും ഞാൻ. വെറുതെ അല്ല കണ്ടവന്മാരുടെ കേസൊക്കെ ഏറ്റെടുത്ത് അവൻ ഇങ്ങോട്ട് വരുന്നത്. അവൻ ഇവിടെ കിടന്നാലേ ഉറക്കം വരൂ. ആണാ? ദാ സാർ ടെസ്റ്റ് ഫുഡ്, അല്ല ടേസ്റ്റ് ഉള്ള ഫുഡ്. ഇതിൽ ഉപ്പ് കുറവാണല്ലോ. സാമ്പാറിലിട്ടുണ്ട് സാർ. അല്ല എല്ലാം കൂടി കൂട്ടിക്കുഴച്ചാണല്ലോ കഴിക്കണത്, അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിച്ചോ. ഇങ്ങനെയാണെന്ന് തന്നെ ഞാൻ കൂട്ടി കഴിക്കേണ്ടി വരും. കണ്ട സാമ്പാറിന് ഉപ്പ് കറക്റ്റല്ലേ? സാറ് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യട്ടാ. സാറ് ജീവനോടുണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് കൊടുക്കാല. എന്ത്? അല്ല സാറ് പെട്ടെന്ന് ഓക്കെ പറഞ്ഞ അവർക്ക് കൊണ്ട് കൊടുക്കാല. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ലാട്ടാ. ഫുഡ് സപ്ലൈ ചെയ്തോ? വേനർന്നോ, എന്നെ കണ്ട കാക്കകൾ കുത്താൻ ചാൻസ് ഉണ്ട്. ഈ സൂര്യൻ പകൽ ഒരു ജോലിക്കും പോയില്ലേ, കത്തി വെക്ക. എന്തൊരു വെയിലല്ലേ സാറേ. ഞാൻ മഴ പെയ്ച്ചു തരാടാ. വേണ്ട വേണ്ട, എന്നെ ഇടിച്ചു മുള്ളിക്കാനല്ലേ. ഇയാടെ സൂക്കേട് തീർന്നില്ല ഇതുവരെ. പോയി ഭക്ഷണം കഴിക്കടാ. അയ്യോ സാറ്. സോറി സാറേ, ഞാൻ ആ ഭാസ്കരനാന്ന് വിചാരിച്ചിട്ടാ. ഇനി ഉണ്ടാവില്ല. ഭഗവാനെ, ഒരു കൊല്ലം കൂടി കിടക്കേണ്ടി വന്നീനു. ഞാൻ ഭയങ്കര ടെൻഷനിലടാ. എനിക്ക് നീളമുള്ള ഡയലോഗാ. നീ അത് ചുരുക്കി പറഞ്ഞാ മതിടാ. ഇടിച്ചു ചുരുട്ടി ഞാൻ. അവന്റെയൊക്കെ ഒരു വീഡിയോ പിടുത്തോ അഭിനയവും അതെങ്ങനെയാ മേള് മൂലം താഴെ വരെ ഭയങ്കര പിടിപാടല്ലേ. ഞാൻ വല്ലോ ആയിരിക്കണായിരുന്നു ഇവിടുത്തെ സൂപ്രണ്ട്. ഒറ്റ ഇടിക്ക് നിന്റെ കളി ഞാൻ അവസാനിപ്പിച്ചേ. ചെറിയ സാറിന് എന്നോട് എന്താ ദേഷ്യം? നിന്റെയൊക്കെ ഈ കോമാളിത്തരോ അമിത സാന്ദ്രയോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് കോളേജ് ക്യാമ്പസ് അല്ല, ജയിലാണ്, സെൻട്രൽ ജയിൽ. അതിന് അതിൻ്റെതായ ഭീകരതയുണ്ട്. മുമ്പൊക്കെ എന്ത് രസമായിരുന്നു. ഒരു സ്ഥലത്ത് കുനിച്ചു നിർത്തിയിടി, ഒരു സ്ഥലത്ത് ഒലക്ക കുരുട്ടല്. നീയൊക്കെ കൂടി ഇത് അംഗനവാടിയാക്കി. നടക്കണം അങ്ങോട്ട്. എന്താണ് വെള്ളത്തിൽ കളിക്കുന്നത്? കേറിപ്പോടാ. ഞാൻ അലക്കേണ്. നിന്നെ എടുത്തിട്ട് ഞാൻ അലക്കും. കേറി പോനാ പറഞ്ഞേ. ഞാൻ തുണി അലക്കാണ്. അല്ലേ സാറ് വന്ന് അലക്കിത്താ. വീട്ടിൽ തുണി അലക്കുന്നത് ഞാനാണെന്ന് ഇവൻ അറിഞ്ഞു കാണും. ഉണ്ണിക്കുട്ടാ, നമുക്ക് ഇയാൾക്കൊരു പണി കൊടുക്കണോട്ടാ. ശരിയാ, പോവാൻ പറഞ്ഞ ഉടനെ നേഴ്സറി പിള്ളേരെ പോലെ അങ്ങോട്ട് പോവല്ലേ. നടക്കടാ. അല്ല സാറേ, വഴക്കും വക്കാണോ ഇല്ലാതെ ഞങ്ങളിവിടെ സ്നേഹത്തോടെ കഴിയുന്ന തെറ്റാ? എനിക്ക് ജയിലിൽ സാറിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതാ. അതുകൊണ്ടാ മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ എന്നോട് ഒരു സ്നേഹം. അല്ലെങ്കിൽ പിന്നെ സാറിന്റെ പ്രൊമോഷനെ കുറിച്ചൊക്കെ എന്നോട് പറയൂ. പ്രമോഷന്റെ കാര്യം സൂപ്രണ്ട് സ്ഥലത്തിൽ പറഞ്ഞോ? പറഞ്ഞു. വളരെ രഹസ്യമായിട്ടുള്ള ഒഫീഷ്യൽ കാര്യ, പുറത്ത് പറയുന്ന സൂപ്രണ്ട് സാർ പറഞ്ഞിരിക്കുന്നത്. സാറ് പറയോ? ഉറപ്പാണോ? ഉറപ്പ്. എന്താന്ന് വെച്ചാല്, അയ്യോ സാറേ എന്റെ ബെൽറ്റ് കഴിഞ്ഞു പോയി. അയ്യോ സാർ അങ്ങനെ ഇരിക്കല്, കാണുന്നവര് വേറെ വല്ലതും മേടിക്കും. സാർ ഇത് പിടിച്ചോ, ഞാൻ ബെൽറ്റ് ശരിയാക്കാം. അതെന്താന്നറിയോ സാറേ? അയ്യോ ഇത് കേറണില്ലല്ലോ. അതൊക്കെ പിന്നെ കേട്ടാ നീ ഇത് പറ. കഴിഞ്ഞ ദിവസേ ഞാൻ സൂപ്പർ സാറിന്റെ റൂമിൽ ഓർഡറിലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തെ സാർ എന്നോട് ചോദിക്കണേ ചെറിയ സാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം. നീ എന്ത് പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ എപ്പോഴും വഴക്ക് പറയെങ്കിലും സാറ് ജോലിയുടെ കാര്യത്തിൽ ഭയങ്കര കണിച്ചക്കാരനാണെന്ന്. അപ്പൊ സാർ എന്നോട് ചോദിക്കണേ, സാറ് വേറെ ബന്ധുക്കാരെ ചെറിയാൻ എന്തെങ്കിലും കൈക്കൂലി വാങ്ങിക്കാറുണ്ടോന്ന്. സാർ കൈക്കൂലി വാങ്ങിക്കാറുണ്ടോ സാറേ? ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. ആരെ പരദൂഷണൊക്കെ പറഞ്ഞു പരത്തുന്നേ? സാറ് ചോറിനാൻ ചെല്ലി എപ്പോ നോക്കിയാലും ജോലി എന്ന് പറഞ്ഞു വെറുതെ ലൈഫ് കളയാൻ. ഇത് പറ. അല്ല സാറേ, ആ അബ്കാരി കേസിലെ മുതലാളിയുടെ ബന്ധുക്കാരെ സാർ എന്തെങ്കിലും വാങ്ങിച്ചാ? അവർ ഓഫർ ഒന്നും ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് വേണ്ടാന്ന്. അല്ല ഇവിടെ വെച്ച് തന്നെ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്കൊന്നും വേണ്ടാന്ന്. പക്ഷേ സാർ കാശ് വാങ്ങിച്ചൊന്ന് ഇവിടുത്തെ സാർമാരുടെ ന്യൂസ് പറഞ്ഞിരിക്കുന്നത്. ആ ഒറ്റ കേസിലാണ് പ്രൊമോഷൻ. വേണോ വേണ്ടോ? നീ എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്ക്. ആദ്യത്തെ ഞാനൊന്ന് ഉറപ്പിക്കട്ടെ, ഒന്ന് സഹകരിക്കൂ. താങ്ക് യു. എന്നിട്ട് എന്തായി? എന്നിട്ട് എന്താവാൻ, അവസാനം അവരൊരു തീരുമാനം എടുത്തു, സാറിന് പ്രൊമോഷൻ വേണ്ടാന്ന്. ഇറ്റ്സ് ഓക്കെ. എന്താ സാർ ഇത്? അയ്യോ എന്റെ സാറേ, ഞാൻ ചെയ്യേണ്ട ജോലിയൊക്കെ സാറ് ചെയ്യണമെങ്കിൽ സാറ് ചെയ്യേണ്ട ജോലിയൊക്കെ ഞാൻ ചെയ്യേണ്ടി വരില്ലേ? സാറിവിടെ മാറിന്നേ, ഞാൻ പിടിക്കാം. ഭയങ്കര സ്വാർത്ഥന, എല്ലാം ഇവിടെ സ്വന്തം ചെയ്യണം. നീ ഇവിടെ വിളമ്പിട്ട് അപ്പുറത്തോട്ട് വരുമല്ലോ. നിനക്കുള്ളത് വയറ് നിറച്ച് ഞാൻ അവിടെ വിളമ്പി തരടാ. കേറി വാടാ മരമാക്രി. ആ മിനി, നിനക്ക് നടന്നാ മതിയോ? വയറൊന്ന് നിറയ്ക്കണ്ടേ നമുക്ക്? അല്ല ഭക്ഷണം വന്നിട്ടുണ്ട്, അത് കഴിച്ച് വയറ് നിറയ്ക്കണ്ടേന്ന്. അയ്യോ തൽക്കാലം കഴിഞ്ഞ് ഞാൻ പോക്കലിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കയറി വാടാ. ഉണ്ണിക്കുട്ടാ, നല്ല ഉറപ്പായിട്ടുണ്ട്. ഇനി ഇയാൾക്ക് ഇവിടെ പണി ഉണ്ടായാൽ നമുക്ക് പണി കിട്ടും. നല്ലൊരു പണി കൊടുക്കണം. എന്റെ അമ്മച്ചി ഇങ്ങനെ വിഴുങ്ങിയ ജീവന്റെ തേക്കാൻ ആളുണ്ടാവില്ല കേട്ടോ. ഇവര് ഈ ജയില് നഷ്ടത്തിലാക്കും. എന്താടാ ഇത്? അറിയാതെ നിന്നെ ഞാനിപ്പോ സല്യൂട്ട് ചെയ്തേനല്ലോ. ഫാൻസി ഡ്രസ്സാ?
എങ്ങനെയുണ്ട്? കൊള്ളാം. ഗോപി സാറിന്റെ വീഡിയോ ഫിലിമാ. ഇവിടുത്തെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ കായിക മത്സരങ്ങളെല്ലാം കഴിഞ്ഞു. കായികറി മത്സരം പോടാ, കായിക മത്സരം. ഉണ്ണിക്കുട്ട ഈ പ്രാവശ്യത്തെ കൊടന്തല്ല് മത്സരത്തിൽ ഫസ്റ്റ് ഞാനാ. ഭവാനി ചേച്ചി കൊടുക്ക് തുന്നല്ലേ ഒറ്റയടിക്കല്ലേ ഒലക്കൊണ്ട് ഭർത്താവിന്റെ തലയിൽ പൊളിച്ചത്. അതും ഇരുട്ടത്തെ ഒന്ന് പോടാ. അഭിമാനം കണ്ട. അപ്പങ്കടിയിൽ ഫസ്റ്റ് ഞാനാ. അപ്പന്മാരൊക്കെ അടിക്കണ മത്സരം ഉണ്ടാ? അപ്പം കടിടാ. ഓ അപ്പം കടിയാ. പോടാ തരത്തി പോയി കളിക്കടാ. അല്ല പൊന്നോ സാറേ, എന്റെ അമ്മയുടെ സെല്ലിൽ പാര കിടക്കണേ. ദേ അവരാ. ആ വാണിഭ കേസിൽ പ്രതിയല്ലേ? ഇങ്ങനത്തെ ആൾക്കാരെന്നാ സെല്ലിടണ്ട കേട്ടോ. നീ സൂപ്രണ്ടിനോട് ചെന്ന് പറയടാ. എന്നിട്ടാണ് എനിക്ക് ഇടി കിട്ടാൻ. ഇതൊക്കെ മനസ്സറിഞ്ഞോട്ട് ചെയ്തുകൂടെ? പിന്നെ അടുത്ത ആഴ്ച റിലീസ് ആവട്ടോ. അയ്യോ അതിലെന്താ കാര്യം? ഉടനെ ഏതെങ്കിലും കേസ് ഏറ്റെടുത്തോ ഉണ്ടാക്കിയോ നീ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരില്ലേ? പിന്നെ അങ്ങനെ എല്ലാ തല്ലിപ്പൊളി കേസൊന്നും ഞാൻ ഏറ്റെടുക്കില്ല. ഇത് പാവം ഡോക്ടറാവാൻ പഠിച്ചൊരു ചെക്കനാ. അവൻ ആരണ്ട് കുടുക്കിയതാ. അതുകൊണ്ടല്ലേ അവന്റെ ബൈക്കിൽ കഞ്ചാവ് വെച്ചത് ഞാനാന്ന് പറഞ്ഞേ. ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നില്ലേ നാടിനൊരു ഡോക്ടർ ഇല്ലാണ്ടായേനെ. പിന്നെ മതി മതി മതി. നീ അങ്ങനെ എല്ലാ സാറുമാരെയും അങ്ങ് സോപ്പിട്ട് നിർത്തല്ലേ. പൊന്നുമ സാറേ, ഇവനൊന്നും അങ്ങനെ അധികം വിശ്വസിക്കില്ലേ. നമ്മൾ കുനിഞ്ഞ് നിന്ന് ആസനത്തിൽ വരെ പടക്കം വെച്ച് പൊട്ടിക്കുന്നതിനോ. ക്രിമിനൽസിനുണ്ടായ സന്താനമല്ലേ, പിന്നെ ആ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ. എന്തോന്ന് സാറേ ഇത്? ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, ഒന്ന് കാണണ്ടേ? എന്തോന്ന്? അല്ല, സമയമുള്ളപ്പോ ഫാമിലി ആയിട്ടൊന്ന് കാണണ്ടേന്ന്. എന്റെ ഭാര്യ നല്ല കുക്ക. സുഖല്ലേ? വൃത്തിയോട് കാണിച്ചിട്ട് സുഖമല്ലേന്നോ? എന്താടാ എന്താടി? ഈ സാറിന്റെ ബാക്കിൽ തോണ്ടി. കൊച്ചെ, വൃത്തികേട് പറയരുത്. ആഹാ, അപ്പൊ സാറ് വൃത്തിയോട് കാണിക്കാല്ലേ? ഈ ബാക്കിൽ എന്ന് പറയുമ്പോ ഏകദേശം എവിടെയായിട്ട് വരും നോക്കട്ടെ. എടാ, ആ കുട്ടിയൊക്കെ കൊണ്ടുവരപ്പെട്ട് നിൽക്കുമ്പോ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. കുട്ടിയുടെ കുണ്ടറ ഇടുക്കി ഭാഗത്താണ് സംഭവം നടന്നിരിക്കുന്നത്. ഡാടാ തമാശകളാ, ഇത് സീരിയസ് മാറ്ററാ. അയ്യോ, എന്റെ പൊന്നു കുട്ടി, ഞാൻ കുട്ടിയുടെ എവിടെ കയറി തോണ്ടി നീ പറയുന്നത്. സാറൊന്ന് കേട്ടോണം, നിങ്ങളും കേട്ടോണം. നിങ്ങൾ എല്ലാരും ഒന്ന് കേട്ടോണം. മോളു അങ്ങോട്ട് തിരിഞ്ഞേക്കും, അങ്ങോട്ട് തിരിഞ്ഞേക്കും. ചിലപ്പോ ഒരു പക്ഷെ ഞാൻ കൈ വിരിച്ച് സംസാരിക്കുന്നിടയ്ക്ക് ഇങ്ങനൊന്ന് കൊണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ വിരലിന്റെ ഏറ്റവും അറിയാതെ ഇങ്ങനൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ പർപ്പസ് ആയിട്ട് ഞാൻ സാറ് പറഞ്ഞ് തോണ്ടിക്കൊണ്ടിരിക്കണം. പിന്നെയും ഈ സാറിന് ഇത് തന്നെയാണ് പണി. എന്നാലും അയ്യോ, സൂപ്പറായിട്ട് സാറ് വരുന്നുണ്ട്. കുട്ടി ഇതൊന്നും ചെന്ന് സാറിനോട് പറയില്ലട്ടാ. ഈ സാറിന്റെ പണി പോവും. ആഹാ, എന്നാ ഞാൻ കാണിച്ചു തരാം. എടാ, കൊച്ചിനോടൊന്ന് പറയാ. സാർ എന്താണ് ഈ ലേഡീസിനോട് ഇങ്ങനെ പരാക്രമം കാണിക്കുന്നത്? സൂപ്രണ്ട് സാറിനോട് എന്ന് പറഞ്ഞാൽ എന്റെ പണി പോവില്ലേ? സാറിനെ പേടിക്കണേ. ഞങ്ങളെല്ലാം കണ്ട് കൂടെ നിൽക്കല്ലേ. എന്നാ ഓക്കെ. നിങ്ങൾ കണ്ടോ ഞാൻ വല്ലതും ചെയ്യുന്നത്? അപ്പൊ സാർ കാണണ്ടേ ഇതല്ലേ? വരൂ. അയ്യോ, ദേ വരുന്നു എന്റെ നെഞ്ചത്തൊട്ടിക്കാൻ വരുന്നു. ഒന്ന് പറഞ്ഞേക്കണടാ. അയാളോട് ഞാൻ എന്താണെന്ന് ചോദിക്കട്ടെ. സാർ, ഇവരുടെ പരാതിയിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സത്യമാണ് സാർ, ഞങ്ങൾ കണ്ടതാണ്. ഇങ്ങനെ ചാമ്പി ഇവിടെ. സത്യല്ലേ? യു ആർ സസ്പെൻഡഡ്. അയ്യോ സാർ, എനിക്കൊരു ചാൻസ് കൂടെ തരണം. ചാമ്പാന. പോടാ. ഗെറ്റ് ലോസ്റ്റ് ഇഡിയറ്റ്. സാർ